ശക്തമായ ത്രികോണ മത്സരം നടന്ന നേമത്ത് ബി.ജെ.പി. പണം കൊടുത്ത് വോട്ട് വാങ്ങിയെന്ന ആരോപണവുമായി എൽ.ഡി.എഫും യു.ഡി.എഫും. വോട്ടർമാർക്ക് ഗൂഗിൾ പേ വഴി പണം നൽകിയെന്നാണ് എൽ.ഡി.എഫ് ആരോപണം. യു.പി. രാഷ്ട്രീയമാണ് ബി.ജെ.പി. പയറ്റിയതെന്ന് യു.ഡി.എഫും ആരോപിച്ചു. എന്നാൽ തെളിവുണ്ടെങ്കിൽ പരാതി നൽകട്ടെയെന്നാണ് ബി.ജെ.പിയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നേമത്തെ രാഷ്ട്രീയ പോര് തീരുന്നില്ല. നേരത്തെ ഉയർന്ന ബി.ജെ.പിയുടെ പണമൊഴുക്ക് ആരോപണമാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും യു.ഡി.എഫും എൽ.ഡി.എഫും ഉയർത്തുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ഓരോരുത്തർക്കും 15,000 രൂപ വീതം ബി.ജെ.പി. നൽകിയെന്നാണ് എൽ.ഡി.എഫിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പിനെ പണം കൊണ്ട് നേരിടുകയും മദ്യം കൊണ്ട് നേരിടുകയും മയക്കുമരുന്ന് കൊണ്ട് നേരിടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി.ജെ.പി. അധംപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാശ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ആണ്. ഒരു വോട്ടിന് 15,000 രൂപ വരെ കൊടുക്കുകയാണ്. പണം വാങ്ങിയെങ്കിലും വോട്ടർമാർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തില്ലെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.എസ്. ശബരിനാഥൻ. വലിയ രീതിയിലുള്ള പണം പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക, ആളുകൾക്ക് പല മേഖലയിലും 5,000, 10,000 ഓഫർ ചെയ്യുക, അതൊക്കെ അങ്ങനത്തെ ആളുകളല്ല. യു.പി. പൊളിറ്റിക്സ് കേരളത്തിൽ നടക്കത്തില്ല. വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. ചില പാവപ്പെട്ടവരൊക്കെ പൈസ വാങ്ങിച്ചാണ്, പക്ഷേ വോട്ടെന്തായാലും അവർ മതേതരജനിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, സംശയമില്ല. എതിരാളികളുടെ വിഡ്ഢിത്തരത്തിന് മറുപടിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലീസിനോട് പറയാം, ഇലക്ഷൻ കമ്മീഷനോട് പറയാം. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ താല്പര്യമില്ല. നേമത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്നെന്ന് 3 മുന്നണികളും സമ്മതിക്കുന്നു. അതിനിടെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പുതിയ ആരോപണം. മീഡിയ 1 തിരുവനന്തപുരം.